ഹലോ ഫ്രണ്ട്സ്, മഴത്തോട് മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അലീനയോട് പറയുക, എന്നാൽ ഇനി ഞാൻ നിൽക്കുന്നില്ല മോളെ, ഞാൻ പോവുക. അപ്പോൾ അലീന പറയും, അച്ഛൻ ഇനി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ തിരിച്ചു പോകുന്നത്. അപ്പോൾ പറയും, ഞാനെന്നും ഒറ്റയ്ക്കല്ലേ മോളെ, ആരുണ്ടായിരുന്നു കൂടെ? ആരും ഉണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കൂടെ ഉണ്ടെങ്കിലല്ലേ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഞാനെന്നും ഒറ്റയ്ക്കായിരുന്നു മോളെ. അപ്പോൾ അലീന പറയും, ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നില്ലേ? നീ എന്നാ വന്നത്? എത്ര ദിവസമായി നീ വന്നിട്ട്? ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ട് 50 വർഷമായി മോളെ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി വരും അവിടോട്ട്. അപ്പം സ്റ്റാൻലിയോട് പറയും, ഞാൻ നിൽക്കുന്നില്ല, ഇനി പോവാ എന്ന് പറയും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു മകളെ കിട്ടി, ഒരു ബുദ്ധിമുട്ടുകളും അറിഞ്ഞില്ല. പക്ഷെ ഞാൻ ഇവളെ ഇവിടെ എത്തിക്കുന്നതിനിടയിൽ ഒരുപാട് വേദനകൾ മാനസികമായിട്ടും ശാരീരികമായും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം ഇവൾക്കറിയാം. ഞാൻ എൻ്റെ ഊന്നുവടിയാണ് ഇവിടെ തന്നിട്ട് പോകുന്നത്. ഞാനിനി എപ്പോൾ വീഴുമെന്നോ എവിടെ വീഴുമെന്നോ അറിയില്ല. അപ്പോൾ സ്റ്റാൻലി പറയും, എനിക്കറിയാം, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങളാണ് അച്ഛനും മകളുമെന്ന്. ഞാൻ വെറുമൊരു കെയർ ടേക്കർ മാത്രം. പോട്ടെ മോളെ എന്ന് ബാലേട്ടൻ പറഞ്ഞിട്ട് വാതിൽ വരെ ചെന്നിട്ട് തിരിച്ച് വന്നിട്ട് പറയും, ഞാനൊരു കാര്യം കൂടെ പറയാം, വീണ്ടും ഒന്നുകൂടി പറയുക. നിങ്ങൾക്ക് ഇവളെ ശല്യമായിട്ടോ ഭാരമായിട്ടോ തോന്നുമോ എന്നെ വിളിക്കുക. ഒരു കോള് മതി, ഞാൻ അപ്പോൾ തന്നെ വന്ന് ഇവളെ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. ബാലേട്ടൻ സ്റ്റാൻലിയോട് പറഞ്ഞിട്ട് പോവാണ്. ബാലേട്ടൻ ഇറങ്ങി വരുക, പിറകെ അലീന കാറിൽ നിന്ന് ലഗേജൊക്കെ എടുത്ത് അവിടെ വെക്കും അലീന. അപ്പോൾ ബാലേട്ടൻ പറയും, മോളെ, ഇത് നിൻ്റെ വീടാണെന്ന് വിചാരിച്ച് നീ ഇവിടെ, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? പറയാൻ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അലീന പറയും, എനിക്കൊന്നുമില്ല അച്ഛാ പറയാനേ. അച്ഛന് ശരിയെന്ന് തോന്നുന്നത് അച്ഛൻ ചെയ്യുക. അച്ഛനെ സ്നേഹിക്കുന്ന 3 മക്കളുണ്ട് അവിടെ, അവരുടെ ശരിയും കൂടി അച്ഛൻ നോക്കണം എന്ന് പറയും. ഇപ്പം സത്യത്തിൽ എനിക്ക് ആരുമില്ലാത്തത് എന്നെ ഈ കാട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോകുന്നത് പോലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബാലേട്ടൻ പറയും, മോളെ, ഞാനിന്ന് ഇവിടുന്ന് പോകുന്നില്ല. ഞാൻ പുനലൂർ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പം അവിടെയുള്ളവർ ചോദിക്കും, കൊണ്ടുവിട്ടോന്ന്. ഞാൻ എന്ത് മറുപടി പറയും? അപ്പോൾ അലീന പറയും, അച്ഛൻ വയ്യാത്തതാണ്, അച്ഛൻ മരുന്ന് കഴിക്കണം. ഞാൻ കൃഷ്ണമോളെ ഏൽപ്പിച്ചിട്ടുണ്ട് മരുന്നുകളെല്ലാം. അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ എവിടെ ആയാലും എല്ലാം സഹിച്ച് ജീവിച്ചോളാം. അച്ഛൻ അതോർത്ത് വിഷമിക്കേണ്ട എന്ന് പറയും. അപ്പോൾ ബാലേട്ടൻ പറയും, താങ്ക് യു മോളെ, താങ്ക്സ് ഫോർ എവരിത്തിങ് എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറി ബാലേട്ടൻ പോവുകയാണ്. ഗേറ്റ് കടന്ന് കാറ് പോയതിന് ശേഷം അലീന വന്ന് ലഗേജ് എടുക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റാൻലി ആൻ്റപ്പനോട് പറയും, പോയി ലഗേജ് എടുത്ത് റൂമിൽ കൊണ്ടുവയ്ക്കാൻ. അപ്പോൾ അലീന പറയും, വേണ്ട, ഞാൻ എടുത്തോളാം, എനിക്കെടുക്കാനുള്ള വെയിറ്റേ ഉള്ളൂ, ഇതിലും വലിയ വെയിറ്റുകളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതാണ് എന്ന് പറയും. ഇത് റൂമാണെന്നൊന്ന് കാണിച്ചു തന്നാൽ മതി, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം. സ്റ്റാൻലി ആണെങ്കിൽ ആൻ്റപ്പനെ വഴക്ക് പറയും, കുറേ സമയമായി ലഗേജ് എടുത്തോണ്ട് വെച്ചിരിക്കുന്നു, പറയാതെ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വെക്കുക, അറിഞ്ഞൊന്നും ചെയ്യില്ല, ഇയാൾ ഇനി എന്നാടോ നന്നാവുന്നത്? അപ്പോൾ ആൻ്റപ്പൻ പറയും, ഞാൻ നന്നാവും സാറേ എന്ന് പറഞ്ഞിട്ട് അലീനയെ റൂം കാണിക്കാൻ വേണ്ടി പോകും. റൂമിൽ ചെന്ന് കഴിയുമ്പോൾ അലീന പറയും, ഇത്രയും വലിയ റൂമൊന്നും എനിക്ക് വേണ്ട, എനിക്കൊരു ചെറിയ റൂം മതി, ഈ ഡ്രസ്സൊക്കെ വെക്കാനുള്ള ഒരു അലമാരി ഉള്ള ഒരു ചെറിയ റൂം മതി. ആൻ്റപ്പൻ പറയും, ഇവിടുത്തെ ചെറിയ റൂമാണ് ഇത്, കേണൽ സാർ പറഞ്ഞത് ഈ റൂം ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞത്. എൻ്റെ വാതിലിൽ നിൽക്കുമ്പോൾ നമ്മുടെ 2 പട്ടിക്കുട്ടന്മാർ വരുമല്ലോ, അവർ വന്ന് അലീനയെ ശല്യമൊന്നും ചെയ്യത്തില്ല, വന്ന് ഇരിക്കെ വന്നൊന്ന് കുരച്ചിട്ട് ഇങ്ങനെ നോക്കി ഇരിക്കെ വന്ന് സ്നേഹപ്രകടനം നടത്തും. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി അകത്തോട്ട് വരും. സ്റ്റാൻലി പറയും, ഈ റൂമിൽ കയറിയേക്കരുത്, വെളിയിൽ പൊയ്ക്കണം എന്ന് പറയുമ്പോഴത്തേ അവന്മാരങ്ങിറങ്ങിപ്പോവും. എന്നിട്ട് സ്റ്റാൻലി പറയും, എന്താവശ്യമുണ്ടെങ്കിലും മോള് പറയണം, കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം, പുനലൂരോ കൊട്ടാരക്കരയോ പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം, കോസ്റ്റ്യൂംസും എന്തൊക്കെയാണെങ്കിലും എല്ലാം എടുക്കാം. അപ്പോൾ അലീന പറയും, എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ കയ്യിലുണ്ട്, പെൺകുട്ടികൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും അത് അധികമാവില്ല, അതുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം. അലീന പറയും, ഒരു കാലത്ത് ഞാൻ കീറിയ തുണികൾ തുന്നി തയ്ച്ചാണ്, അന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു തുണി ഇട്ടാൻ വേണ്ടി, അന്നൊന്നും ഇല്ലാത്തത് ഇപ്പോൾ ആവശ്യമില്ല എന്ന് സ്റ്റാൻലിയോട് പറയും. സ്റ്റാൻലി ആണെങ്കിൽ, സോറി, എനിക്കറിയില്ലായിരുന്നല്ലോ ഇങ്ങനൊരു മകളുണ്ടെന്നും, ഇങ്ങനൊരു മകൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നും, ഇങ്ങനൊരു മകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെന്ന് പോലും എനിക്കറിയില്ലല്ലോ എന്ന് സ്റ്റാൻലി പറയും. അപ്പോൾ അലീന പറയും, കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല എന്ന് പറയും. എന്നിട്ട് പിന്നെ സ്റ്റാൻലി ആണെങ്കിൽ ആൻ്റപ്പനോട് പറയും, ഇവിടുത്തെ എല്ലാ റൂമുകളും കിച്ചണും വെളിയിലും ഔട്ട് ഹൗസും എല്ലാം അലീനയെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് റൂമിൽ നിന്ന് അങ്ങ് പോകും. അത് കഴിഞ്ഞ് നമ്മളെ ബാലേട്ടനെ കാണിക്കാം. ബാലേട്ടൻ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത്. എൻ്റെ ഒരു സൈഡിലോട്ട് നിർത്തിയ സമയത്താണെങ്കിൽ നമ്മുടെ മനു വിളിക്കും. മനു വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങളെവിടെ? അന്നേരം പറഞ്ഞ് വിട്ടിട്ട് തിരിച്ച് വരികയാണ്. അപ്പോൾ പറയും, നിങ്ങളെ അവിടെ എല്ലാവരുമായിട്ട് അലീന അടുത്തോ? അവിടെ സ്റ്റാൻലി ജോസഫിന്
വൈഫും മക്കളും ഒക്കെ ഉള്ളതല്ലേ, അവരുമായിട്ടൊക്കെ എടുത്തോ. അപ്പോൾ പറഞ്ഞു അയാളുടെ ഭാര്യയും മക്കളും അവിടെയല്ല താമസം, അവർ അഞ്ചല്ല താമസം. ഇത് എസ്റ്റേറ്റ് ബംഗ്ലാവാണ്, ഇവിടെ അലീന മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ ആരുമില്ല, സ്റ്റാലിൻ സെർവൻറ്റും. അപ്പോൾ പറയും അവരറിഞ്ഞു കഴിയുമ്പോൾ ഇവിടുത്തെ കൂട്ടുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ടാകത്തില്ലേ അങ്ങളെ. അന്നേരം പറഞ്ഞു അതൊന്നും അറിയത്തില്ല, അതൊക്കെ അവർ ഡീൽ ചെയ്തോളൂ, നമ്മളിനി കുളത്തൂപ്പുഴയിലെ പ്രോബ്ലംസും കൂടെ എടുത്തു വെക്കേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ തന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടല്ലോ എന്ന് ബാലേട്ടൻ പറയും. ഞാൻ കടപ്പാട്ടൂർ വന്നെങ്കിലേ ഇവിടെ ആൻറ്റിയെ കൊണ്ടുവിടാൻ വന്നത്. അപ്പോൾ ആൻറ്റി നമ്മളെ കളം പിടിച്ചെടുത്തിട്ടുണ്ട്. അവൾ ജയിച്ചെന്ന് വിചാരിച്ചായിരിക്കും വന്നത്, അവൾ തോറ്റ് തുന്നം പാടിയെന്നറിയാനിരിക്കുന്നതേ ഉള്ളൂ. വൈജാമാടൻ ചോദിക്കുന്നുണ്ട് 15 പവൻ്റെ സ്വർണവും 17,000 രൂപയുടെ ഡ്രസ്സും വേലക്കാരിക്ക് എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡുകൾ വരുന്നുണ്ട്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.